വ്യാപാര സംഘടനകളുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ, ഷെയ്ഡി ബിസിനസ് നടത്തുന്ന ആളുകളാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതായത് പല സ്ഥലങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബസ് സ്റ്റോപ്പുകൾ അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം പേരുകൾ പോലും വെക്കാതെ ഉടൻ പണം ഒന്ന് മാത്രം നിങ്ങളുടെ വീട്ടിൽ വന്ന് സ്വർണം എടുക്കും എന്നുള്ള തരത്തിൽ ഒരു ഫോൺ നമ്പർ മാത്രം കൊടുത്തുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പോസ്റ്ററുകളും ഫ്ലെക്സുകളും വെച്ചുകൊണ്ട് നടത്തുന്ന ബിസിനസ്സുകളുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്വത്ത് പണം കൈക്കലാക്കുന്നതിന് വേണ്ടി നടക്കുന്ന സംഘങ്ങളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത. പല ആളുകളേക്കും, അതായത് ജ്വല്ലറി നടത്തുന്നവർക്ക് ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജ്വല്ലറി നടത്തുന്നവരെ വിളിക്കുന്നു. അവർ കഴിഞ്ഞൊരു ദിവസം ഉണ്ടായത്, ഒരു സ്ഥിരമായി ഗോൾഡ് എടുത്തുകൊണ്ടിരുന്ന ഒരാളെ സ്വർണം വിൽക്കാനുണ്ട് എന്ന് പരസ്യം കണ്ടിട്ട് വിളിക്കുവാണെന്ന് പറഞ്ഞിട്ട് അയാളെ വിളിക്കുന്നു. വിളിച്ചിട്ട് അദ്ദേഹം പണവുമായി ചെല്ലുമ്പോൾ ആ പണം എടുത്തുകൊണ്ട് ബാങ്കിൻ്റെ വെളിയിൽ നിന്നോ ഇപ്പോൾ വരാമെന്ന് പറയുന്നു. ആ ബാങ്കിൻ്റെ തന്നെ ഓപ്പോസിറ്റ് അവിടെ തന്നെയുള്ള വേറൊരു വാതിൽ വഴി അയാൾ ഇറങ്ങിപ്പോകുന്ന തരത്തിൽ ഒരു സംഭവം ഈ അടുത്തിടയ്ക്കുണ്ടായി. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളൊക്കെ ഇതിനെ തുടർന്ന് ഇതുപോലുള്ള സംഘങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് വ്യാപാരികൾക്കും പ്രശ്നമായിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആളുകൾക്കും, കസ്റ്റമേഴ്സായിട്ട് എത്തുന്ന ആളുകൾ അവരെ ഫോൺ വിളിച്ച് വീട്ടിൽ ചെന്ന് എടുക്കുമ്പോൾ കൊണ്ടു ചെല്ലുന്ന വെയിങ് മെഷീൻ അടക്കം തട്ടിപ്പ് ഉള്ള, യാതൊരു തരത്തിലുള്ള ഈ പറയുന്ന ഒരു മാനദണ്ഡങ്ങളും പാലിക്കാത്ത കൃത്യമായ ഒരു വെയിങ് മെഷീൻ അല്ല, അതിൽ വയ്ക്കുന്ന പാത്രത്തിൽ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളുണ്ട്. അതുപോലെ തന്നെ തൂക്കത്തിൽ പറയുന്ന ഒരു വിളിക്കുമ്പോൾ ഒരു വില ചെല്ലുമ്പോൾ അതിനകത്ത് വെയിറ്റിനകത്ത് ആഭരണങ്ങൾ മുറിച്ചു മാറ്റി ചൂടാക്കുന്ന കൂടെ മുറിച്ചു മാറ്റുന്ന രീതിയിലുള്ള സംഘങ്ങളുണ്ട്. അങ്ങനെ പല രീതിയിൽ ഈ സ്വർണ്ണ വ്യാപാര മേഖലകളിൽ ചൂഷണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അത് വലിയ വൻകിട രീതിയിൽ നടത്തുന്ന ആളുകളുടെ നിന്ന് വരെ ഈ തട്ടിപ്പ് പലരും നേരിടുന്നുണ്ട്. പക്ഷേ ഈ തട്ടിപ്പ് നേരിട്ടാലും അത് പുറം ലോകത്ത് എത്തുമ്പോൾ ആ ആളുകൾക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത് പുറത്തേക്ക് എത്താതിരിക്കുന്നത്. ഈ തട്ടിപ്പുകൾക്കെതിരെ ഇപ്പം സർക്കാരുമായിട്ടൊക്കെ ചേർന്ന ഒരു നിരീക്ഷണ സംവിധാനം അങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നുള്ളൊരു നിരീക്ഷണ സംവിധാനം ഉണ്ടാകണമെന്ന് ഉള്ള തരത്തിൽ കോട്ടയം എല്ലാം കേരളത്തിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കമുള്ള വ്യാപാര സംഘടനകൾ, അതുപോലെ സ്വർണ്ണ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളൊക്കെ മുഖ്യമന്ത്രിക്കടക്കം പരാതിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലടക്കം പറയുന്നത്, കേരളത്തിൽ ടാക്സ് അടച്ചുകൊണ്ടുള്ള ബിസിനസ്സുകൾക്ക് പ്രോത്സാഹനം നൽകും. അതേസമയം ഷെയ്ഡി ബിസിനസ്സുകൾ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പിടിയിലാവും, അവർ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന തരത്തിലൊക്കെ അദ്ദേഹം പറയുന്നതിൻ്റെ പ്രധാന ഒരു കാര്യം ഇതാണ്. ഒരുപാട് ഈ മേഖലകളിൽ വലിയ തോതിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ആ തട്ടിപ്പുകളൊക്കെ തടയിടണം. തടയിട്ടില്ലെങ്കിൽ വലിയ വിപത്തിലേക്ക് പോകും. ഇതിൽ നിന്ന് ലഭിക്കുന്ന വലിയ കൊള്ള ലാഭങ്ങൾ ഏത് തരത്തിൽ, അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾക്കൊക്കെ മാറ്റപ്പെടുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ജെനുവിനായിട്ടുള്ള ട്രേഡിംഗ് രീതി വഴി ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതിന് മറവിൽ വലിയ തോതിൽ, കാരണം ഞാനത് പറയാനുണ്ടായ സാഹചര്യം, ഈ കഴിഞ്ഞ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയ്ക്ക് ഒരുപാട് വ്യാപാരികൾക്ക് പറ്റിയ തട്ടിപ്പുകളെ പറ്റി ഞങ്ങൾ വ്യാപാരികൾക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. അവരോട് ഓൺലൈനിൽ ഇങ്ങനെ ഡിജിറ്റൽ ഗോൾഡ് നിങ്ങൾ വാങ്ങുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എൻക്വയറി ഉണ്ടാകുന്നു. ഞങ്ങളതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം ഓൺലൈനിലൂടെയാണ് പറയുന്നത്. ആദ്യം ചെറിയ വെയിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഇത്ര രൂപയ്ക്ക് ചെറിയ വെയിറ്റുകൾ വാങ്ങിയിടാമെന്ന് പറയുന്നു. അപ്പോൾ വില വർധനവിൻ്റെ സമയമായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ വില വർധനവിനെ അല്ലെങ്കിൽ വില താഴ്ത്തു പോകുന്നതിനെ നിങ്ങളെ ബാധിക്കാത്ത തരത്തിൽ കൈകാര്യം ചെയ്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ആളുകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം ഇതിനകത്ത് നിക്ഷേപിച്ച് ആദ്യ തവണയൊക്കെ ലാഭം കാണിക്കുകയും അവരുടെ അക്കൗണ്ടിലേക്ക് ലാഭം കൈമാറുകയും ചെയ്ത് കൂടുതൽ വലിയ തുകകൾ നിക്ഷേപിക്കുന്ന തരത്തിലേക്ക് എത്തിയപ്പോൾ അത് പിന്നെ തിരിച്ച് അവരുടെ കോളുകളോ അവരുടെ ആയിട്ട് ബന്ധപ്പെടാനുള്ള മാർഗ്ഗങ്ങളെല്ലാം ഒറ്റയടിക്ക് അടയുന്ന തരത്തിലേക്ക് ഉള്ള സ്ഥിതിവിശേഷമുണ്ടായി. അത് വലിയൊരു സ്കാമിൻ്റെ ഭാഗമാണ് എന്ന് പിന്നീട് അവർ ഇത് റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് അവർ ഇതിനുവേണ്ടി മാത്രമായി ഉണ്ടാക്കിയ ആപ്ലിക്കേഷനുകളും ഈ പറഞ്ഞ വ്യക്തികൾ നമ്മളെ കുറേ റെഫറൻസ് തരും. ഈ റെഫറൻസൊക്കെ വിളിച്ചോ, നിങ്ങൾ അന്വേഷിച്ചോ, ഈ കട ഓരോ കടകളുടെ പേര് പറയും, അവിടുത്തെ ആളുടെ നമ്പറാണെന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കുന്നു.
സംസാരിക്കുന്നത് മലയാളത്തിലുള്ള സംസാരമാണ് ഇതെല്ലാം. പക്ഷേ ഇതുമായിട്ട് കൂടുതൽ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോൾ ഇതിനകത്ത് ഈ സംസാരം പോലും പിന്നെ വേറെ പിന്നെ ട്രാൻസ്ലേഷൻ ആപ്പ് വഴി യൂസ് ചെയ്തിട്ടാണ് ഇതിന് മറുപടിയൊക്കെ തരുന്നത് പോലും. അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ എവിടെയെങ്കിലും തരത്തിൽ മലയാളി ബന്ധങ്ങൾ ഉള്ളറകളിൽ ഒരുപക്ഷെ കോൾ സെൻറ്റർ പോലെ ഒക്കെ മലയാളികളെ ഇരുത്തി മറുപടി പറഞ്ഞതാണോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് പോലീസുകാർ പോലും പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ കേസുകളിലൊന്നും തന്നെ ആ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിന് പോലും ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത. ഇങ്ങനെയുള്ള അതിൽ എപ്പോഴും ജെന്യുവിനായിട്ടുള്ള കേസ് കൃത്യമായി ആധികാരികത ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ പിന്നെ ഡിജിറ്റൽ ഗോൾഡ് പോലുള്ള ഡിജിറ്റലായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ നിക്ഷേപിക്കാവൂ. കാരണം കൂടുതലും കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളായിരിക്കും ഈ സ്വർണ്ണ വ്യാപാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ കൂടുതൽ ആളുകളും. അപ്പോൾ അവരൊക്കെ ഈ ഡിജിറ്റൽ ഇത് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ആഗ്രഹം ഇതിങ്ങനെ നടക്കുമോ എന്നുള്ളത് പറഞ്ഞ് ഫലിപ്പിച്ച് ആളുകൾ ഇത് ചെയ്യുമ്പോൾ ഒത്തിരി ആളുകൾ ഇതിനകത്ത് പറ്റിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അത് ഒന്നൊരു മാറ്റമുണ്ടായാൽ കൃത്യമായി ആധികാരികതയോടുകൂടി കൃത്യമായ രീതിയിലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളാണെങ്കിൽ അത് തെറ്റില്ല, അത് ലാഭകരമായി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സ്വർണം വ്യാപകമായിട്ട് വിൽക്കുന്നു. അപ്പോൾ ഈ സ്വർണം വ്യാപകമായിട്ട് വിൽക്കുന്ന ഒരു ട്രെൻഡ് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ വിൽക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു പ്രതിസന്ധി എങ്ങനെയാണ്, അതേപോലെ സ്വർണം വാങ്ങിക്കുന്നവരെ സംബന്ധിച്ച് വില പറയുന്നത് എങ്ങനെയാണ് തോന്നുന്നത്? ഈ സ്വർണം വിൽക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടായത് ഈ വളരെ കുറച്ച് കാലം, അതൊരു 5-6 മാസത്തിന് ഇടയ്ക്കാണ് ഇത്രയും വലിയ കൂടുതലായിട്ടുള്ള സ്വർണം വിൽക്കാനായിട്ട് ആളുകൾ എത്തുന്നത്. കാരണം അതിന് ഒരു പ്രധാന കാരണം ആളുകളൊക്കെ വാങ്ങി വെച്ചിരുന്ന സ്വർണത്തിന് ഇരട്ടിയോളധികം വില വർദ്ധിക്കുക ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വലിയൊരു വർധനമുണ്ടായപ്പോൾ പെട്ടെന്നുണ്ടായ സാമ്പത്തിക ആവശ്യങ്ങൾക്കൊക്കെ സ്വർണം വിറ്റ് പണമാക്കി ആ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ആളുകൾ ശ്രമിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും വില താഴേക്ക് പതിക്കുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ആളുകൾ വലിയൊരു ആശങ്കയിലാണ്. പല ആളുകൾ സ്ഥലം വാങ്ങാനായിട്ട്, വീട് വയ്ക്കാനായിട്ട് ഒക്കെ സ്വർണം വിൽക്കാനായിട്ട് വിചാരിച്ചിരിക്കുമ്പോൾ അവരുടെ പ്ലാനുകൾ തെറ്റിച്ചുകൊണ്ട് 1,00,000 താഴേക്ക് വില ഇങ്ങനെ കൂപ്പ് കുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ള തരത്തിലുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ കൂടുതലായിട്ട് വില താഴേക്ക് പോകുന്നൊരു പ്രവണത കാണുന്നത് കൊണ്ട് കൂടുതൽ എൻക്വയറികൾ വരുന്നുണ്ട്. സ്വർണം വിൽക്കുന്നത് സംബന്ധിച്ച് ആളുകൾ കൂടുതലായി എൻക്വയറി ചെയ്യുന്നുണ്ട്. അത് പിന്നെ വീണ്ടും അത് തുടർന്നു പോകാനുള്ള സാഹചര്യമാണ് കാണുന്നത്. സ്വർണ്ണവില വർധനവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ നില തുടർന്നാൽ 1,00,000 താഴേക്ക് സ്വർണ്ണവില പോകുമെന്നുള്ള സ്ഥിതിയിലാണ് കാണുന്നത്. അതിൽ നിന്നൊരു മാറ്റമുണ്ടായി സ്വർണ്ണവില വർദ്ധിക്കണമെങ്കിൽ ഈ ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ കൃത്യമായി അത് ഈ അന്താരാഷ്ട്ര തലത്തിൽ കൃത്യമായ ഒരു ഇടപെടലുകൾ അമേരിക്കയ്ക്ക് പുറത്ത് ബാക്കിയുള്ള സഖ്യശക്തികളെല്ലാം കൂടി ചേർന്ന് ഇവരുടെ മേൽ കൃത്യമായി സമ്മർദ്ദം ചെലുത്തി, അതുപോലെ ഇറാൻ്റെ മേൽ കൃത്യമായ സമ്മർദ്ദം ചെലുത്തി, ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തി ഈ ഒരു യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ സ്വർണ്ണവില വർദ്ധിക്കുന്ന കാര്യം വളരെ പരിതാപകരമാണ്. സ്വർണ്ണവില വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ സ്വർണം വിൽക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണ്ണവില വർദ്ധിക്കണമെങ്കിൽ അതത്ര എളുപ്പമല്ല. സ്വർണ്ണവില വർദ്ധിക്കണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം മാറി മറിഞ്ഞ് ഇതിനൊരു യുദ്ധ സാഹചര്യങ്ങൾക്കൊരു അവസാനം ഉണ്ടായെങ്കിൽ മാത്രമേ സ്വർണ്ണവില വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ. സ്വർണ്ണവില വീണ്ടും കുറയുന്നില്ല, എന്തുകൊണ്ടാണ് വില കുറയുന്നത്? സ്വർണ്ണവില ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ അവസാനിക്കാതെ വീണ്ടും തുടർന്നു പോകുന്നൊരു സ്ഥിതിവിശേഷം കാണുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇറാനുമായിട്ടുള്ള യുദ്ധം അമേരിക്ക അവർ കരാറുകൾ ഒപ്പുവയ്ക്കുന്നതോടുകൂടി അവസാനിക്കും, വീണ്ടും സമാധാനത്തിലേക്ക് ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഈ മിഡിൽ ഈസ്റ്റ് സംഘർഷത്തെ തുടർന്ന് ഡോളർ ശക്തി പ്രാപിക്കുകയും രൂപയുടെ മൂല്യത്തിൽ ഡോളർ ശക്തി പ്രാപിച്ചു. അതുപോലെ തന്നെ സ്വർണം ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചപ്പോൾ അത് സ്വർണത്തിനെ അടക്കമുള്ള ലോഹങ്ങളുടെ വിലയെ അതിനെ താഴേക്ക് പതിക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആളുകൾ കൂടുതലായി വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, നേരത്തെ സ്വർണ്ണമാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ആളുകൾ കണ്ടിരുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വർണം കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ആളുകൾ ഡോളറിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റമാണ് സ്വർണ്ണവിലയെ താഴേക്ക് പിടിച്ചു വലിക്കുന്നത്. അത് നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും ഈ ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു. പിന്നെ തുടർന്നുള്ള ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, അതായത് ഓരോ ദിവസവും ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ആക്രമണങ്ങൾ പലതരത്തിൽ ഉണ്ടാകുന്നു. ഇതൊക്കെ മൊത്തത്തിൽ എല്ലാ മേഖലകളിലും ഉള്ള സാമ്പത്തിക സ്ഥിതിയെ അസ്ഥിരപ്പെടുത്തുന്ന പ്രവണതയാണ് കാണുന്നത്.
അതാണ് പതിവിന് വിപരീതമായി ഈ സാധാരണഗതിയിൽ ഒരു യുദ്ധസമാന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വർണ്ണവില കുതിച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഈ ഇവിടുത്തെ മേഖലയെ സംഘർഷങ്ങളൊക്കെ നമ്മളെ കൃത്യമായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വർണ്ണവില താഴേക്ക് പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.